എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് KVR ടാറ്റയുടെ പാലക്കാടുള്ള ഷോറൂമിലാണ് കേട്ടോ. എന്തിനാണല്ലേ, നമ്മളൊരു യാത്ര പോകാൻ പോവാണ് നമ്മുടെ നെക്സോൺ EV കുട്ടനായിട്ട്. അതെ, നമ്മുടെ ഈ പാലക്കാട് ഷോറൂമിൽ നിന്നും സേലം വരെ അപ്പ് ആൻഡ് ഡൗൺ അറൌണ്ട് 400-ലധികം കിലോമീറ്റർ സിംഗിൾ ചാർജിൽ ഈ നെക്സോൺ EV ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നുള്ളത് ബബിത ചേച്ചിയാണ്, ആളിവിടുത്തെ കസ്റ്റമർ അഡ്വൈസർ ആണ്. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ തന്നെ ചോദിക്കാം ഈ വാഹനത്തിന്റെ വേരിയന്റ് ഏതാണ്, അതേപോലെ തന്നെ ബാറ്ററി പാക്ക്, റേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ചേച്ചി ഇത് ഏതാണ് വേരിയന്റ് നെക്സോൺ ഇവിടെ? ഇത് നെക്സോണിൽ വരുന്ന എംപവേർഡ് പ്ലസ് എന്നുള്ള വേരിയന്റ് ആണ്. ഓക്കെ, പിന്നെ ബാറ്ററി പാക്ക് ഏതാണ് വരുന്നത്? ബാറ്ററി പാക്ക് വരുന്നത് നമുക്ക് 40.5 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് ആണ് ഇതിൽ വരുന്നത്. ഒറ്റ റേഞ്ചിൽ അറൌണ്ട് എത്ര പോകുന്നുണ്ടാവും? നമുക്ക് 465 ആണ് കിലോമീറ്റർ റേഞ്ച് കമ്പനി പറയുന്ന റേഞ്ച്. പിന്നെ കളറൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു ആഷ് വൈറ്റും ഗ്രേ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഓക്സൈഡ് ആണ് കളർ കോഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എടുത്ത് പറയാനുള്ള ഹൈലൈറ്റ്സ് എന്തൊക്കെയുള്ളത്? ഹൈലൈറ്റ്സ് പറയുന്നത് ഒരുപാടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹർമന്റെ ഇൻഫോർടൈൻമെന്റ് ആണ്. അതായത് 12.3 ഇഞ്ചസിൽ വരുന്ന സിനിമാറ്റിക് ടച്ച് സ്ക്രീൻ, അതുപോലെ JBL സ്പീക്കേഴ്സ് ആണ്. JBL തന്നെ നമുക്ക് 4 സ്പീക്കേഴ്സ്, 4 ട്യൂട്ടേഴ്സ്, ഒരു സബ് വൂഫർ എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഇനി കൂടുതൽ നമുക്ക് അറിയാനുള്ളത് ക്യാബിൻ നോയ്സ് ഉണ്ടോ, റേഞ്ച് ആങ്സിറ്റി നമുക്ക് പേടിക്കാനുള്ളതുണ്ടോ, എത്രയാണ് കാണിക്കുന്നത്, അതേപോലെ റോഡ് കൂടെ പോകുമ്പോൾ അത്യാവശ്യം സ്മൂത്ത് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് പോകുമ്പോൾ ചോദിച്ചു പോവാം. അപ്പൊ ഇവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 10:02 ഇപ്പോൾ ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് ഇന്ന് വിമലേഷ് സാർ ആണ്, ആള് മാർക്കറ്റിംഗ് മാനേജർ ആണ്. അപ്പോ ഞാൻ ഈ വാഹനത്തിന്റെ ക്ലസ്റ്റർ നോക്കിയപ്പോൾ ഇതിൽ കാണിക്കുന്നത് 240 കിലോമീറ്റർ ആണ് റേഞ്ച് എന്ന്. അതെന്താ സാർ അങ്ങനെ അത് കാണിക്കുന്നത്? അങ്ങനെ ഇത് ആക്ച്വലി പ്രീവിയസ്ലി ഡ്രൈവ് ചെയ്ത ഒരു ഡ്രൈവറിന്റെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും അടുത്ത ദിവസത്തേക്കുള്ള ഇതിന്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് പ്രീവിയസ്ലി ഇത് യൂസ് ചെയ്ത ടെറൈൻ, പിന്നെ അതേപോലെ തന്നെ റോഡ്, പിന്നെ അതേപോലെ തന്നെ ട്രാഫിക് കണ്ടീഷൻ, ഡ്രൈവിംഗ് സ്റ്റൈൽ, ഇതെല്ലാം വെച്ച് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുക. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ഒരു ലാസ്റ്റ് ഡേ ഡ്രൈവ് ചെയ്ത ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ ആ ഒരു അതിനനുസരിച്ചിട്ടുള്ള റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പൊ കമ്പനി പറയുന്ന റേഞ്ച് നമുക്കൊരു 465 കിലോമീറ്റർ ആണ്. 460. അപ്പൊ നമുക്ക് വന്നിട്ട് ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഇത് എത്ര കാണിക്കും നോക്കാം. ഇന്നത്തെ ഈ ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നാളെ ഒരു ഫുൾ ചാർജ് ആകും, നാളത്തേക്ക് റേഞ്ച് കാണിക്കും. ഇത് ഡിപ്പെൻസ് ആണ്, ഡ്രൈവറിനെ ഡിപ്പെൻസ്. നമ്മളൊരു നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഓടിക്കുക. പക്ഷെ നമ്മൾ കുറച്ച് ഇതിന്റെ EV ഓടിക്കുമ്പോ കുറച്ച് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് വെച്ച് ഓടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റേഞ്ച് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഷുവർ. അപ്പൊ ഗൈസ് നമ്മള് ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ മാപ്സ് ഇട്ടിട്ടുണ്ട്. 204 കിലോമീറ്റർ എന്നാണ് അറൌണ്ട് കാണിക്കുന്നത്. നമ്മളിപ്പോ NH 544 ആണ്, സേലം കൊച്ചി ഹൈവേ. ഇപ്പോ നമ്മൾ വാളയാർ എത്താൻ പോവാണ്. നമുക്ക് ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ പറ്റിയിട്ട് സാറിന്റെ അടുത്ത് ചോദിക്കാം. എന്താണ് സാർ ശരിക്കും ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, എങ്ങനെയാണ് വാഹനത്തിന്റെ റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി റേഞ്ച് കൂട്ടുക എന്നുള്ളതല്ല, നമ്മൾ റീജനറേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വണ്ടി സ്ലോ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ നമുക്ക് ആ ഒരു എനർജി, ആ ഒരു മൊമെന്റം യൂസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ബാറ്ററിലോട്ട് കുറച്ച് എനർജി റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇപ്പൊ ഈ റീജനറേറ്റീവ് എന്ന് പറയുന്നത് റേഞ്ച് കൂട്ടുക എന്ന് പറയുന്നതിൽ ഒരു ഇതില്ലാത്ത കാര്യമാണ്. എന്താ പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഹൈവേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ റീജനറേറ്റീവ് ബ്രേക്കിന്റെ ആവശ്യമില്ല, ഈ റീജനറേറ്റീവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. മറിച്ച് നമ്മൾ ഈ റീജനറേറ്റീവ് സിസ്റ്റം എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ ട്രാഫിക്കില് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹിൽ ഏരിയാസിൽ ഡിസെൻഡ് ചെയ്യുമ്പോഴാണ് ഈ റീജനറേറ്റീവ് സിസ്റ്റം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. നമ്മുടെ നെക്സോൺ EVയില് ഓരോ ലെവൽസ് ഉണ്ടോ? അതെ, നമുക്ക് വന്നിട്ട് ടോട്ടൽ വന്നിട്ട് 3 ലെവൽസ് ഉണ്ട്. ഐ മീൻ ടോട്ടൽ വന്നിട്ട് 4 ലെവൽ, ഐ മീൻ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് 100% ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 90% വരെ നമുക്ക് റീജനറേഷൻ മോഡ് വർക്ക് ചെയ്യില്ല. ഉദാഹരണത്തിന് ആ ബാറ്ററി 90% 100 to 90 എത്തുന്ന വരെ നമുക്ക് റീജനറേറ്റീവ് മോഡ് വർക്ക് ചെയ്യില്ല. പിന്നെ അതിനുശേഷം തൊട്ട് നമുക്ക് ഈ L1, L2 അങ്ങനെയുള്ള നമുക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് സിംഗിൾ പെഡൽ യൂസേജ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ ട്രാഫിക്കിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ L3 ഇട്ടിട്ട് നമുക്ക് ബ്രേക്കിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. ബ്രേക്ക് ചെയ്യല്ല, വണ്ടിയുടെ മൂവ്മെന്റ്, അതായത് ഈ ജനറേറ്റർ ആണല്ലോ. ഇപ്പൊ നമ്മുടെ ഈ മോട്ടർ തന്നെയാണ്, ഇപ്പൊ വണ്ടിയുടെ ഈ ട്രാക്ഷൻ യൂസ് ചെയ്യുന്ന മോട്ടർ തന്നെയാണ് നമ്മൾ ഈ L1, L2, L3 ഇങ്ങനെ ഈ ജനറേറ്റീവ് സിസ്റ്റം ഇടുമ്പോൾ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു വൺസ് നമ്മള് ആക്സലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ നമ്മളിപ്പോ ഏത് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ L1-ലാണോ L2-ലാണോ L3-ലാണോ ഇട്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വണ്ടി സ്ലോ ആവുക ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പാഡ്സ്
അത് പെട്ടെന്ന് റൺ ഔട്ട് ആവില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ നല്ലൊരു കൺട്രോളും കിട്ടും എല്ലാ കാര്യത്തിലും. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മളത് ആനവണ്ടി പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ടില്, കോയമ്പത്തൂർ പോകുന്നതായിരിക്കും. നമ്മള് ഇപ്പൊ റേഞ്ച് ആക്ച്വലി കാണിക്കുന്നത് 235 കിലോമീറ്റർ എന്നാണ്. നമ്മള് ഭയങ്കര ഡിഫറൻസ് വന്നു. ആദ്യം കാണിച്ചിരുന്ന അറൗണ്ട് 265 സംതിങ് ആയിരുന്നു, 240 ഓക്കെ. അപ്പൊ അതിനിപ്പോ 235 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ വളരെ അഫക്ട് ചെയ്യും ഈ ഒരു ഇലക്ട്രിക് വണ്ടികളുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ വാളയാർ ടോൾ പ്ലാസ എത്താൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. അപ്പൊ സാർ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ഏത് ലെവലിലാണ് നമ്മൾ ഇടാൻ പോകുന്നത്? നമുക്ക് വന്നിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് വന്നിട്ട് നമ്മൾ ബ്രേക്ക് പെഡൽസ് പ്രസ് ചെയ്യുമ്പോഴും ഓക്കെ, അപ്പൊ നമുക്കത് നമ്മുടെ ഡയറക്റ്റ് ബ്രേക്ക് ഷൂയിലേക്കാണ് പോകുന്നത്. രണ്ടാമത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റിയറിംഗിന്റെ 2 സൈഡിൽ പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് വന്നിട്ട് നമുക്ക് ഇത് ഇൻക്രീസ്, അതായത് മറ്റേ റേഞ്ച് L1 L2 L3 അത് സെലക്ടർ സ്വിച്ചും 2 സെലക്ടർ സ്വിച്ച് ആണ്. അപ്പൊ നമുക്ക് വന്നിട്ട് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അത് ഇൻക്രീസ് ആവുന്നത് പോലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പാഡൽ ഷിഫ്റ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ആവുന്നത് പോലെയും, അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഡിക്രീസ് ആവുന്നത് പോലെയാണ് നമുക്ക് കാണാം. ഇപ്പം ഞാൻ റീജനറേഷൻ മോഡ് 0യിലാണ് ഇട്ടിരിക്കുന്നത്, ഓഫ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒബിയസ്ലി ഇപ്പൊ ടോൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാന് ബ്രേക്കിങ്ങിന് വേണ്ടിട്ട് ഞാനിപ്പോ L1 ഇട്ടു. അപ്പൊ എനിക്ക് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും, വണ്ടി ഇങ്ങനെ ഒരു പിന്നോട്ട് വലിയുന്ന പോലെ രീതിയിൽ. അതായത് ബാറ്ററി അത്രയും കൺസ്യൂം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് സംഭവം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിനനുസരിച്ച് ഇപ്പൊ ഈ ട്രാഫിക്കിന് എത്തുന്നതിന് മുമ്പ് ടോൾ എത്താറായി ഞാനിപ്പോ വീണ്ടും അത് L2 ഇട്ടു. അപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഒരു ഫോഴ്സ് പിന്നോട്ട് വരുന്ന രീതിയിൽ. അതെ അതെ. പിന്നെ നമുക്കൊരു ബെറ്റർ റേഞ്ചിന് വേണ്ടിയിട്ട് സഡൻ ആയിട്ടുള്ള ആക്സിലറേഷനും ഡിസലറേഷനും അവോയ്ഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഗ്രാജുവൽ സ്പീഡിലായിരിക്കണം നമ്മുടെ വണ്ടി മൂവ്മെന്റ് എപ്പോഴും നോക്കട്ടെ. ഒരു എക്കോണമി ലെവലില്, എക്കോണമി എന്നല്ല, നമ്മളിപ്പോ വണ്ടി നമ്മളിപ്പോ ഫ്രം 0 നമ്മൾ എടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു റാപ്പിഡ് ആയിട്ടുള്ള ആക്സിലറേഷൻ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഹൗ നമ്മള് നമ്മുടെ ഈ ട്രഡീഷണൽ വെഹിക്കിൾ, അതായത് പെട്രോൾ ഡീസൽ വെഹിക്കിൾ എങ്ങനെയാണോ നമ്മൾ ഐസ് എഞ്ചിൻ വെഹിക്കിൾ എങ്ങനെയാണോ ഓടിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്പീഡ് നോക്കുക. എന്താ പറഞ്ഞാൽ ഇതിന്റെ നമ്മളുടെ റെസ്പോൺസ്, നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടിയെ സംബന്ധിച്ചോളം നമുക്ക് നല്ലൊരു ടോർക്ക് റെസ്പോൺസ് ആണ് കിട്ടുക. നമ്മളൊരു സിംഗിൾ പുഷിൽ തന്നെ നമ്മൾ അത് വരും. അപ്പോ നമുക്ക് ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഗ്രാജുവലി സ്പീഡ് നമുക്ക് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ഒരു സിഗ്നൽ വരുന്നുണ്ട്, ടോൾ വരുന്നുണ്ട്, ഇത് നമുക്ക് ഒരു കിലോമീറ്റർ മുമ്പോ അല്ലെങ്കിൽ ഒരു ഹാഫ് കിലോമീറ്റർ മുമ്പോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും, സൈൻ ബോർഡ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന ഈ റീജനറേഷൻ മോഡ്, പാഡൽ ഷിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു ലെവൽ നല്ല രീതിയിൽ നമ്മൾ റെഡ്യൂസ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ റേഞ്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലിപ്പോ 3 മോഡ്സ് ആണ് വരുന്നത് അല്ലെ? സിറ്റി, ഇക്കോ, സ്പോർട്ട് മോഡാണ് വരുന്നത്. അതെ, നമ്മളിപ്പോ എക്കോണമി മോഡിലാണ് പോകുന്നത്. ഇപ്പൊ സിറ്റി മോഡിലാണ് പോകുന്നത്. നമ്മൾ എക്കോണമി മോഡിൽ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇത് എന്താന്ന് പറയുമ്പോ ഒരു പവർ കുറച്ച് ഒരു പവർ, വണ്ടിയുടെ ഒരു പവർ ചെറുതായിട്ടൊരു മൈൽഡ് ആയിട്ടൊരു റിഡ്യൂസ് ചെയ്ത പോലെ ഉണ്ടാവും. പക്ഷെ പെർഫോമൻസ് സെയിം തന്നെ ആയിരിക്കും. അത് പോകുന്നില്ല, ഹൈവേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊരു ബുദ്ധിമുട്ടൊന്നും. അതെ. പിന്നെ സ്പോർട്ടിലിട്ട് കുറച്ചുകൂടി അഗ്രസീവ് ഒരു ആക്സിലറേഷൻ നമുക്ക്. അതെ, സ്പോർട്ടിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി. ഇപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. അപ്പൊ റേഞ്ച് കുറയും, ഒരുപാട് റേഞ്ച് കുറയും. അത് നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ശരി. അപ്പൊ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മള് തമിഴ്നാട്ടിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. KG ചാവടി, എട്ടിമട ആ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. തീരെ ഒരു ഒന്നാമത്തെ കാര്യം റോഡ് സ്മൂത്ത് ആണ്. അതേപോലെ തന്നെ ഈ നെക്സോണിന്റെ വീൽസിന്റെ എയറോ വീൽസ് ആണ് അല്ലേ സർ അതിന്റെ പേര്? അതെ, എയറോ വീൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വീൽസ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എയറോ ഡൈനാമിസിറ്റി കൂട്ടും. അതായത് കുറച്ചുകൂടി റേഞ്ച് കൂട്ടാൻ വേണ്ടി എയർ ഫ്ലോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെസിഫിക്കലി ഡിസൈൻഡ് വീൽസ് ആണ് ഈ വാഹനത്തിൻ്റെ. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ കുറച്ചുകൂടി അത് മാത്രമല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്. നമ്മൾ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ക്യാബിൻ നോയ്സ് ഒന്നും തീരെയില്ല. വാഹനങ്ങൾ ഹോൺ അടിക്കുന്നത് കേൾക്കുന്നൊന്നും അല്ലാണ്ട് വേറെ ഒരു എന്താ പറയുക ഔട്ടർ നോയ്സും നമുക്ക് കേൾക്കുന്നേ ഇല്ല. ക്യാബിൻ നോയ്സ് ഭയങ്കര സൈലൻ്റ് ആണ്. ഭയങ്കര എന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയൊരു ജേണിയാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത് ടാറ്റ. അപ്പോൾ നമുക്കിനി
അടുത്തൊരു നെക്സ്റ്റ് സ്റ്റോപ്പിൽ വെച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ വന്നിട്ട് LNT ബൈപ്പാസിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ LNT ബൈപ്പാസ് കൂടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ റൂട്ട് എന്ന്. നിങ്ങൾ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക, ഓവർടേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു റോഡ് കണ്ടീഷനിൽ നമ്മൾ എങ്ങനെ വാഹനത്തിന്റെ റേഞ്ച് കൂട്ടുക, അല്ലെങ്കിൽ ബെറ്റർ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ വാഹനം ഓടിക്കുക എന്നുള്ളത് നമുക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാം. നമ്മൾ ഈ ഹൈവേയിൽ ഇപ്പോൾ ആക്ച്വലി ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ ഈ ഒരു റോഡ്, അതായത് ഈ LNT ബൈപ്പാസിൽ എങ്ങനെയാന്ന് വെച്ചാൽ വൺ വേ ആണ്, ഫ്രണ്ടും ബാക്കും വൺ വേ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവിടെ നമുക്ക് ആക്ച്വലി വർക്ക് ആവുന്നത് റീജനറേറ്റ് ബ്രേക്കിംഗ് ആയിരിക്കും അല്ലേ സാർ? അതെ, നമുക്ക് ഈ LNT ബൈപ്പാസിനെ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ റോഡുകളിൽ നമുക്ക് സിംഗിൾ പെഡൽ യൂസേജ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുക. അതെ, സിംഗിൾ പെഡൽ യൂസേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ റീജനറേറ്റീവ് മോഡ് L1 റെസ്പെക്റ്റീവ് മോഡ് സെലക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ആണ് അല്ല ഓക്കെ റെസ്പെക്റ്റീവ് മോഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ സിംഗിൾ പെഡൽ യൂസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സിംഗിൾ, അതായത് 2 വേ ആണ്. അതായത് നമുക്ക് അങ്ങോട്ടും കിട്ടും. അതെ, നമുക്ക് നല്ല രീതിയിൽ ഹെവി വെഹിക്കിൾസ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതില് ബെസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ L1 അല്ലെങ്കിൽ L2. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് L1 അല്ലെങ്കിൽ L2 ആ റേഞ്ചിൽ പോകുന്നതാണ് നല്ലത്. എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കാലെടുത്തത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലോറി ഡ്രൈവർ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു. അതെ അതെ, അങ്ങനത്തെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അതെ നമുക്ക് കുറച്ച് പൊതുവെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസും, എല്ലാ സെൻസറി ഓർഗൻസും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റാൻ ഒരു സെക്കൻഡ് മതി. നമ്മളിപ്പോ കണ്ടതാണ്, നമ്മൾ വണ്ടി വരുന്നുണ്ട്, ഹോൺ അടിച്ച് എല്ലാം കണ്ടിട്ട് ആള് വണ്ടി വരുന്നുണ്ട്, നമ്മളൊരു 60 റേഞ്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന് അറിഞ്ഞിട്ട് ആള് കയറി. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഒരാള് ഒരു ഗസ്സിലേക്ക് എപ്പോഴും പോവാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ വണ്ടി കയറി വരുന്ന അറിയുന്നില്ല. നമ്മൾ ആ ഒരു ടെറൈൻ അങ്ങനെയാണ്, ഈ റോഡ് അങ്ങനെയാണ്, കുറച്ച് കയറ്റവും താഴ്ചയൊക്കെ ആയിട്ടാണ്. നല്ല സ്പീഡ്, അത്യാവശ്യം ലോറി നല്ല സ്പീഡും ഉണ്ട്, കയറി വരുന്ന അറിയുന്നു. ഡബിൾ 3-4 വണ്ടികൾ ഒറ്റയടിക്ക് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. അതെ, നമ്മള് ആ ഒരു വണ്ടി പോയി കഴിഞ്ഞിട്ട് പിന്നെ പിന്നാലെ ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കാൻ ഒഴിവാക്കാല്ലേ. അതെ, നമ്മൾ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതിപ്പോ വേറെ വഴിയില്ല. അതെ, 2 ട്രക്ക് 3-4 ട്രക്ക് അതിന് എപ്പോഴും നമ്മൾ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി, നമ്മുടെ പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ നമ്മൾ ഒരു മത്സരത്തിന് പോവാതിരിക്കുക. അതാണ് എപ്പോഴും നമുക്കൊരു സേഫസ്റ്റ് ജേർണിക്ക് എപ്പോഴും നമ്മൾ വേണ്ടതാണ്. അത് ശരിയാണ്. ഇതിനെ മനസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പോലീസുകാരനായിട്ട് യാദൃശ്യമായിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ ഡെയിലി ഒരു 20-25 ആക്സിഡന്റ്സ് ഡെയിലി നടക്കുന്ന ഒരു റോഡാണ്. ഞാനും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് കുറെ ആക്സിഡന്റ്സ് ഇവിടെ. ഞാനും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു പാഷൻ എന്താണെന്ന് പറഞ്ഞാൽ റൈഡിങ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകും. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്റെ ടൈമിംഗ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുള്ളൂ ഇവിടുന്ന്. അതേപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്ക് ശേഷം രാത്രിയേ വരുള്ളൂ. അപ്പൊ ഞാൻ അധികം ആക്സിഡന്റ്സ് പകലിലാണ് കണ്ടിട്ടില്ല, രാത്രി കണ്ടിട്ടില്ല. ഇവിടെ പകലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ്സ് നടക്കുന്നത്, രാത്രി പിന്നെ വളരെ കുറവാണ്. പിന്നെ റീസെന്റ് ഇടയ്ക്ക് ഇവിടെ കുറച്ച് മറ്റേ റോബറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവിടെ പിന്നെ ബീറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ജംഗ്ഷനിൽ വെച്ചിട്ട് സംസാരിക്കാം. അപ്പൊ ഗൈസ്, പെട്ടെന്നൊരു ട്രാഫിക് കണ്ടപ്പോ എന്താണ് ഡൗട്ട് അടിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മള് അല്ലേ സാർ, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക. കൂടുതൽ നമ്മള് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യരുത്. അതെ, ഇത് ഇവിടെ മാക്സ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കയറ്റമാണ്, ഒരു പാലം, താഴെ ഒരു പാലം, റെയിൽവേ അണ്ടർപാസ് ആണ്. അപ്പൊ ഇതേ കൂടെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോ അവിടെ നിന്ന് വണ്ടി വരുന്നത് ഇവർ കണ്ടിട്ടുണ്ടാവില്ല, നല്ല സ്പീഡിലാണ്. അങ്ങനെയാണ് അവിടെ തട്ടിരിക്കാൻ തോന്നുന്നത്. നമുക്ക് ആ വിഷ്വലൊന്ന് നോക്കാം കണ്ടിട്ട്. അപ്പൊ സാർ ഇപ്പോ ഈ ഒരു വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ഞാൻ 2016 തൊട്ട് ഞാൻ കാർ ഓടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈസൻസ് ഒക്കെ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയി. ബൈക്കിൽ തന്നെ ആയിരുന്നു എല്ലാവിടെയും പോവാ, റൈഡ് ചെയ്യാറുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ഈ വലിയ ഒരു ഹിമാലയൻ റൈഡ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇവിടെ അടുത്ത് കന്യാകുമാരി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പോണ്ടിച്ചേരി, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. കാറിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ജേർണി ഞാൻ പോയിട്ടുള്ളത് ഇവിടെ നിന്ന് കന്യാകുമാരി, പിന്നെ അതേപോലെ തന്നെ പോണ്ടിച്ചേരിയും പോയിട്ടുണ്ട്. ബാംഗ്ലൂർ 1-2 വട്ടം പോയി. സാറിന്റെ അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെയാ നമ്മുടെ ഇന്ത്യൻ റോഡ്സ് കൂടെ വണ്ടി ഓടിക്കുമ്പോൾ? അത് എനിക്ക് എക്സ്പീരിയൻസ് പറയാൻ ഞാൻ അത്ര വലിയ ആളൊന്നല്ല, എന്നാലും ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മള് റോഡ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് അതൊരു ലോങ് ടേം പ്രോസസ് ആണ്.
ബെറ്റർ നമുക്കൊന്ന് ഡ്രൈവിംഗിൽ അവെയർ ആയിരിക്കും. അതാണ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഡിസിപ്ലിൻ ഫോളോ ചെയ്യാം. നമ്മളൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിംഗിൽ നമ്മളൊരു നല്ലൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് റോഡ് അഡാപ്റ്റ് ആയിരിക്കും. അതെ. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, വണ്ടി ഒന്ന് നീങ്ങി കഴിഞ്ഞാൽ ഞാൻ വിഷ്വലി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമുക്ക് നിർത്താം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വാഹനത്തിലാണ് വന്നിട്ട് ഇടിച്ചിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ. അപ്പൊ ഒരു ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. കാരണം ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് നമ്മൾ മിസ് ചെയ്യും. നമ്മുടെ ജീവൻ, നമ്മുടെ ജീവനും അതുപോലെ തന്നെ വേറെ ആൾക്കാരുടെ ജീവനും വെറുതെ അപകടത്തിൽ ഇടാതിരിക്കുക. അപ്പോൾ ഇഫ് യു ഡു നോട്ട് നോ, അതായത് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നില്ലെങ്കിൽ മെല്ലെ പോവുക, സമയം കിട്ടും നമുക്ക്, അപ്പോൾ ഓവർടേക്ക് ചെയ്യാം. കണ്ടില്ല, ഇപ്പോൾ ഇപ്പോഴും ഭയങ്കര ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്ന ഈ സിറ്റുവേഷൻ. അപ്പോൾ ഗൈസ്, നമ്മളിതാ കോയമ്പത്തൂർ സേലം 6 ലൈൻ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ക്രൂസ് കൺട്രോൾ അല്ലേ സർ നമ്മളിട്ടത്? അറൗണ്ട് 84 ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 206 കിലോമീറ്റർ എന്നാണ്. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇക്കോണമി മോഡിൽ നമ്മളിങ്ങനെ സമാധാനമായിട്ട് പോവുകയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ അഗ്രസീവ് ആക്സലറേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് കിട്ടില്ല. പക്ഷേ നമ്മൾ നോർമലി ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ എന്താ പറയുക പീസ്ഫുൾ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരുപാട് ഹൈപ്പും അല്ല, ഇൻ ബിറ്റ്വീൻ ഒരു നോർമൽ വണ്ടി ഓടിക്കുന്നത്. നമ്മളിപ്പോ ഈ നോർമലായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റേഞ്ച് എന്തായാലും അച്ചീവ് ചെയ്യാം. എന്തായാലും അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ 240 അല്ലേ, നമ്മൾ ഓൾമോസ്റ്റ് 73 കിലോമീറ്റേഴ്സ് വന്നു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് കാണിക്കുന്ന 206 ആണ്. അതെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ജംഗ്ഷനിൽ വെച്ചിട്ട് കാണാം. നമുക്കാണ് ഇനി 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ഗൂഗിൾ മാപ്സ് അങ്ങനെ പറയുന്നത് 144 കിലോമീറ്റർ കൂടി ഇനി നമുക്ക് കവർ ചെയ്യാണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അറൗണ്ട് 2 മണിക്ക് അവിടെ എത്തുന്ന കാണിക്കുന്നത്. ഇപ്പോൾ 11:42 ആണ് ടൈം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ സേലം ടോൾവേസ് ലിമിറ്റഡ് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കിലോമീറ്റർ ഉണ്ട് അല്ലേ സർ? ഇനി ഒരു 30 കിലോമീറ്റർ കൂടി നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ സേലം എത്തും. എന്നിട്ട് അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് തിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ കിലോമീറ്റർ ആക്ച്വലി കാണിക്കുന്നത് 190 റേഞ്ചാണ്. അത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഒരു ഡ്രൈവിംഗ് രീതി ബെറ്റർ പാറ്റേൺ ആയി. കാരണം നമുക്ക് അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതേപോലെ തന്നെ 240 എടുത്തു. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 190 കിലോമീറ്റർ കവർ ചെയ്തു. അതെ. ഇപ്പൊ നമുക്ക് റേഞ്ച് കാണിക്കുന്നത് 190 ആണ്. ഓക്കെ. ഇപ്പോഴും അതാണ് പറഞ്ഞത്, 190 കിലോമീറ്റർ ആണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഹോട്ടൽ എവിടുന്ന കഴിക്കാമെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വാഹനം എത്ര റേഞ്ച് ഉണ്ട്, എത്ര ബാറ്ററി പെർസെൻറ്റേജ് ബാക്കിയുണ്ട്, എന്നിട്ട് നമ്മൾ റിട്ടേൺ വന്നിട്ട് എത്ര ഉണ്ടെന്നും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ജംഗ്ഷൻ നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഇത് സേലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്, സർ ഇതെന്താ ആക്ച്വലി ആവറേജ് എനർജി കൺസംഷൻ പറഞ്ഞൊരു സംഭവം ഇതിലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിരുന്നത് 105 ആണ് ഇപ്പോൾ കാണിക്കുന്നത് വാട്ട് പെർ കിലോമീറ്റർ. അതെന്താ സാർ ശരിക്കും? അത് ആക്ച്വലി നമ്മൾ ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മൾ എത്ര വാട്ട്സ് പവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതിന്റെ മീറ്റർ ആണ്. ഓക്കെ. നമ്മളിപ്പോ ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 105 വാട്ടിന്റെ അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഇത് മാക്സിമം കമ്മിയാക്കുകയാണെങ്കിൽ, മാക്സിമം റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഈ പറയുന്ന റേഞ്ച് നമുക്ക് ഒരുപാട് കിട്ടും. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരു 100 ബിലോ ഒക്കെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റേഞ്ച് നമുക്ക് കിട്ടും. ഓക്കെ. കമ്പനി പറയുന്ന ക്ലെയിം അറൗണ്ട് നമുക്ക് അത് അങ്ങനെയല്ല, അത് നമ്മൾ കമ്പനി പറയുന്നതെന്നല്ല, ബേസിക്കലി അതൊരു ഹാബിറ്റ് ആക്കിയാൽ നമ്മൾ ഇത് എനർജി കൺസംഷൻ, ആവറേജ് എനർജി കൺസംഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് അത് നമ്മൾ ആ ഒരു റേഞ്ചിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ നമുക്ക് റേഞ്ച് കിട്ടും. നമ്മൾ അതിന് നമ്മൾ ബാറ്ററി എക്സിസ്റ്റിംഗ് പെർസെന്റേജ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ റേഞ്ച് 192 ആയില്ല, 190 ആയിരുന്നു കുറച്ച് നമ്മളെ ടോളിന്റെ അവിടെ നിന്ന്, സേലം ടോൾ വേസിന്റെ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് 190 ആയിരുന്നു കിലോമീറ്റർ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 192 ആണ്. നമ്മൾ ഈ എനർജി ആവറേജ് എനർജി കൺസംഷൻ അനുസരിച്ച് നമ്മൾ ആ റേഞ്ച് കൂടുതൽ നമ്മളിപ്പോ പോകുന്നത് നമ്മൾ നോർമലാണ്, ഓക്കെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇനി സേലത്തേക്ക് നിയർലി ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ പോകാൻ പറ്റില്ല, സിറ്റിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ വണ്ടി ഞാൻ നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ 32,779, അതായത് 32,579. ഇപ്പൊ നമുക്ക് 32,774 അപ്പൊ ഞാൻ കറക്റ്റ് ഇനി ഒരു 200 കിലോമീറ്റേഴ്സിൽ ഞാൻ റിട്ടേൺ അടിക്കും. 200 കിലോമീറ്റേഴ്സിലാണ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് എത്ര ബാക്കി എത്ര നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് യു ടേൺ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 579 ആകുമ്പോഴാണ് വാഹനം സ്റ്റാർട്ട് ചെയ്തത് ഷോറൂമിൽ. ഇപ്പോൾ 780 ആയി.
അപ്പോൾ ഇവിടെ നമ്മൾ യൂ ടേൺ എടുക്കുക. അപ്പോൾ കറക്റ്റ് 200 കിലോമീറ്റേഴ്സ് നമ്മുടെ പാലക്കാട് KVR ടാറ്റ ഷോറൂമിൽ നിന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. നമ്മുടെ ആവറേജ് കൺസംഷൻ ഇപ്പോൾ 105 വാട്ട് പെർ കിലോമീറ്ററിലാണ് വരുന്നത്. റേഞ്ച് കാണിക്കുന്നത് 192 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇക്കോ മോഡിലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് സ്പോട്ട് എവിടെയെങ്കിലും കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടായിരിക്കും ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ചാർജ് ഉണ്ട് ഷോറൂമിൽ എത്തി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 189 കിലോമീറ്റർ ആണ് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. ചാർജ് എത്ര ഉണ്ട് സാർ? അറൗണ്ട് 49% അറൗണ്ട് ചാർജ് ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ നേരെ ഓടിച്ചിട്ട് ആ ഒരു ആവറേജ് എനർജി കൺസംഷൻ ഇപ്പോൾ 98 വാട്ട് പെർ കിലോമീറ്റർ ആക്കി. ഓക്കെ, എങ്ങനെയുണ്ട് സാർ വണ്ടി ഓടിക്കുമ്പോൾ? കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ ആണ്. നമുക്ക് എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോട് കുറച്ച് അതെ മാത്രമേ നമുക്ക് വഴിയുള്ളൂ. വേറെ ബാക്കിയെല്ലാം അതെ, നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ ഒരേ സ്മൂത്തിൽ ഒരേ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മറ്റേ ക്രൂസ് കൺട്രോൾ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ റേഞ്ച് കൂട്ടാൻ? കൺട്രോൾ തന്നെയാണ് ഇപ്പൊ കണ്ടില്ല. ഇപ്പൊ ആവറേജ് എനർജി കൺസംപ്ഷൻ 97 ആയി. 97 അതന്നെയാണ് ഈ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ക്രൂസ് കൺട്രോൾ തന്നെയാണ്. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇനിയിപ്പോ LNT ബൈപ്പാസ് ഉണ്ട്, അവിടെ നമുക്ക് ഇത്തിരി ഒരു ഇതുണ്ട്. നമ്മൾ വരുമ്പോ ഭയങ്കര ഒരു ചാർജ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ചെയ്യുന്നത് അവിടെയാണ്. നമുക്ക് ഏകദേശം ഒരു 10-12% ഡ്രോപ്പ് LNT ബൈപ്പാസിലാണ് നമുക്ക് ഡ്രോപ്പ് ആയത്. അത് നമ്മൾ ആക്സിഡന്റും പിന്നെ അതേപോലെ തന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് കാരണമാണ്. അതുകൊണ്ട് അവന്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇത്തിരി ഹെൽപ്പ് ചെയ്തൂല്ലേ നമ്മളെ? അവിടെ ഹെൽപ്പ് ചെയ്തു, അത് കുഴപ്പമൊന്നുമില്ല. നോക്കാം. ഓക്കെ, നമുക്ക് എത്ര വരെ പോകുന്നുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ നമുക്ക് എന്തായാലും ആ LNT ബൈപ്പാസ് എത്തി കഴിഞ്ഞിട്ട് നോക്കാം. കാരണം ആ ഒരു റോഡ് അങ്ങനെയാണ്, നമ്മുടെ ഹൈവേ പോലെ അല്ല, നോർമൽ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മള് ഇതാ LNT ബൈപ്പാസിൽ എത്തിയിരിക്കുകയാണ്. ഇനിയാണല്ലേ സാർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ? ബ്രേക്ക് ചെയ്ത് ആക്സലേഷൻ പെട്ടെന്ന് സഡൻ ആയിട്ട് കൊടുത്തിട്ട് പോകണം. ഇപ്പൊ നമുക്ക് എത്ര റേഞ്ച് ഉണ്ട് സാർ? 133 ഉള്ളൂ. ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. ചാർജ് 38% ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ LNT ബൈപ്പാസിൽ ഇപ്പോൾ നമുക്ക് കാണാം ട്രാഫിക് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെയും ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. വലിയ ലോറികൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റേഞ്ച് ബെറ്റർ ആയിട്ട് കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അതെ, നമ്മൾ ആ ഒരു ഇങ്ങനെ ക്യൂ പോലെ പോകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഫ്രണ്ടിലത്തെ വണ്ടികൾ ബ്രേക്ക് ഇട്ടാൽ പിന്നെ നമുക്ക് ഒരു ഗ്രാജുവൽ ആയിട്ട് മെല്ലെ നീങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നത്തെ ആൾക്കാർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്വിക്ക് ആക്സലറേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ റേഞ്ച് ചിലപ്പോൾ കുറയാനുള്ള സാധ്യത ഉണ്ട്. അതെ, ക്രൂസ് കൺട്രോളിന്റെ ഒരു ഓപ്ഷൻ നമ്മുടെ ഹൈവേയിലൊക്കെ ക്രൂസ് കൺട്രോൾ ഇട്ട് വന്ന കാരണം തന്നെ എത്രയും റേഞ്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കാം. അതെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-12% ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. AC ഓൺ തന്നെയാണ്. ചിലപ്പോൾ AC ഓഫ് ചെയ്തിട്ടൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും തണുപ്പുണ്ട് പുറത്ത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വാളയാർ എത്തിയിട്ട് എന്താണ് ഈ റേഞ്ചിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വാളയാറിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ LNT ബൈപ്പാസ് നമ്മൾ പൂർത്തീകരിച്ചു സക്സസ്ഫുൾ ആയിട്ട് അല്ലേ സാർ? നമ്മുടെ ചെറിയൊരു ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നു. 10 മിനിറ്റ് ചാർജിങ് അല്ലേ സാർ? ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇൻ കേസ് ഒരു റിസർവ് ഓക്കെ മാപ്പ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് റേഞ്ച് ഉണ്ട്, നമുക്ക് പോകാനുള്ള ഇതുണ്ട്. എന്നാലും ജസ്റ്റ് ഫോർ സേഫ്റ്റി പാർട്ട് നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്തിട്ട് നമുക്ക് പോവാം. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇതെടുത്തിട്ട് പോവാം. കുറെ ആയാലും നമ്മൾ ഓടിക്കുന്നുണ്ട് സാർ, ഇതിന്റെ ടയർഡ് നമ്മൾ ഇത്രയും ഡ്രൈവ് ഒറ്റ ഇതിലാണല്ലോ പോയി എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഡേഞ്ചറാണ്. അതെ അതെ, ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് മുതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമ്മൾ ലോങ് ഡ്രൈവ്സ് എപ്പോഴും പോകാൻ. ഒരു സേഫ്റ്റി പാർട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഷോറൂമിൽ എത്തിയിട്ട് എത്ര ചാർജ് ബാക്കിയുണ്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈൻ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി, വാഹനം കുറച്ചൊരു 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്തല്ലോ. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. സാർ ആകെ ചാർജ് ഇപ്പോൾ ആകെ 27% ഉള്ളൂ, പക്ഷേ കിലോമീറ്റർ ഇത് കാണിക്കുന്നത് 123. അതെന്താ സാർ അങ്ങനെ കാണിക്കുന്നത്? അത് ഉറപ്പായിട്ടും എന്താ പറയുക, നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ റേഞ്ച് എന്തായാലും കിട്ടും. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 386 കിലോമീറ്റർ ക്രോസ് ചെയ്തു. ഓക്കെ, ഈ 122 എന്തായാലും നമുക്ക് ഒരു 80% കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 70% എങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് 485
480 മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ എന്തിനാ ഈ 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം, അതെ, LND ബൈപ്പാസിൽ വെച്ചിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, നമ്മള് ഈ ഗ്ലാസ് ഒക്കെ തുറന്നു വെച്ചു, ഒരു ഘട്ടത്തിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ തുറന്നു വെക്കേണ്ട അവസ്ഥ വന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പ് ആയിക്കൊണ്ടിരുന്നു. ഡ്രാസ്റ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 26% ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്തതിൽ എത്ര കിലോമീറ്റർ ആണ് നോക്കും. ഇപ്പൊ 26ൽ 387 കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു പെർസെന്റേജ് ചാർജിൽ ഞാൻ അടുത്ത എത്ര കിലോമീറ്റർ കവർ ചെയ്തു നോക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എനിക്ക് 1% ചാർജിൽ നിയർലി 11 to 12 കിലോമീറ്റേഴ്സ് കിട്ടി. പക്ഷെ LND ബൈപ്പാസിൽ 1% ചാർജിൽ എനിക്ക് 4 കിലോമീറ്റേഴ്സ് ആണ് കിട്ടിയത്. അത്രയും കുറവാണ്. അതെ, നമ്മള് റാപ്പിഡ്ലി നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ഒരു പ്രശ്നമാണ്. നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പോ അതൊരു സ്വാഭാവികമായിട്ട് നമ്മുടെ കൺട്രോളിൽ നമുക്കൊന്നും ചെയ്യാൻ ചിലപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ഈ ഒരു അൽഗോരിതം ആണല്ലോ, അതായത് ഈ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസും പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആവറേജ് എനർജി കൺസംഷൻ ഇതിന്റെയൊക്കെ ഒരു അൽഗോരിതം, ബാലൻസ് ചാർജ് ഇതിന്റെയൊക്കെ ഒരു അൽഗോരിതമാണ് നമുക്ക് ഈ റേഞ്ച് ആയിട്ട് കാണിക്കുന്നത്. ചിലപ്പോ നമുക്കത് ചിലപ്പോ ആ റേഞ്ച് പിന്നെ നമുക്കത് ഈ ഒരു കൺഫ്യൂഷനിൽ അത് കറക്റ്റ് ആയിട്ടുള്ള റേഞ്ച് കാണിക്കണം എന്നുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 10 മിനിറ്റ്സ് ചാർജ് ചെയ്ത്. പിന്നെ ഒന്നാമത് നല്ല ചൂട്, എനിക്ക് AC ഇത്രയും ദൂരം നമ്മളിങ്ങനെ വന്നു. ഇനി ആ ഒരു കുറച്ചു നേരം നമ്മളിങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മളൊരു ഇപ്പൊ എന്താണ് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ യെസ് അഗ്രസീവ് ആയിട്ട് ഞാൻ ഒരു ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ പോയിട്ട് വരാം. ഇങ്ങനത്തെ കുറച്ച് സാക്രിഫൈസ് അനുഭവിക്കണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമ്മൾ AC ഇല്ലാണ്ട് പോകണം. ചിലപ്പോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് ദൂരം നമുക്ക് എങ്ങനെയാണ് ചിലപ്പോൾ ടെറൈൻ അനുസരിച്ച് ഞാൻ 50 കിലോമീറ്റർ സെറ്റ് ചെയ്യും. ഞാൻ ഇവിടെ നിന്ന് അവിനാശി റോഡ് നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്രൂയിസ് കൺട്രോൾ 80 above ആണ് സെറ്റ് ചെയ്തത്. അപ്പൊ അത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ എനിക്ക് ആവറേജ് കൺസംഷൻ വരുന്നത് 98 ആണ്. 98 100 ബിലോ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നല്ല റേഞ്ച് കിട്ടും. 100 ബിലോ വന്നാൽ തന്നെ നമുക്ക് പക്കാ റേഞ്ച് കിട്ടും. പിന്നെ നമ്മൾ AC യും കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 126 എന്നുള്ളത് ഇനിയും കൂടും. പക്ഷെ അതിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി ഷോറൂമിൽ കാണാം. പിന്നെ അതുമില്ല, നമുക്ക് ചാർജ് ചെയ്യാൻ മെയിൻ വേറൊരു കാരണം വേറെ ഒന്നുമല്ല, വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഓൾറെഡി നൈറ്റ് ആയി ടൈം. പിന്നെ വെറുതെ എന്താ വാഹനം നിൽക്കൊന്നുമില്ല, എന്തായാലും റേഞ്ച് കുറയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു സേഫ്റ്റി പർപ്പസിന്. In 500 meters, keep right to stay on National Highway 544. 390 കിലോമീറ്റർ, അറൗണ്ട് 400 കിലോമീറ്റേഴ്സിന്റെ അടുത്ത് എത്താറായി. ഷോറൂമിലേക്ക് 5 കിലോമീറ്ററും കൂടി. അപ്പൊ ഇത് ഈസി ആയിട്ട് അവിടെ നമ്മൾ ചാർജ് ചെയ്തില്ലെങ്കിൽ എത്തും. പക്ഷെ എനിക്ക് നമ്മൾ ആ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഡ്രൈവിംഗ് കിട്ടില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ലോങ് ഡ്രൈവ് ആണ്, ഓൾമോസ്റ്റ് 8 hours ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തു. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പൊ സമയം എത്ര 7:30 മണി. അപ്പൊ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചടപ്പ് തോന്നിക്കഴിഞ്ഞാൽ അടുത്തുള്ളവർക്കും അങ്ങനെ ഒരു റിസ്ക് എടുക്കാണ്ട് നല്ല രീതിയിൽ പോവാം. അത്രേ ഉള്ളൂ. ഒരു ചായയൊക്കെ കുടിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഷോറൂമിൽ എത്തിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം, മോട്ടറും പറയാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിതാ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ സർ, അപ്പൊ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇനി നമുക്ക് 105% കൂടെ ഉണ്ട്. 105 കിലോമീറ്റർ 24% കിലോമീറ്റർ നാലത്തൂർ വരെ പോയിട്ട് വരാം. ഇനി വേണ്ട സർ, നമുക്ക് വേറെ കുറച്ച് നേരം 1 മണിക്കൂർ വേണ്ട സർ, വീട്ടിൽ പോയിട്ട് കടന്നു പറയാം, കുറച്ച് റെസ്റ്റ് എടുക്കും, കുറെ ഓടിച്ചതല്ലേ. 24% ഇല്ലേ നമുക്ക് 200 മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മേ ബി ഇനി ഒരു 80 കിലോമീറ്റേഴ്സും കൂടി നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ടോട്ടല് 400 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഇനിയിപ്പോ ഈ 80% അപ്രോക്സിമേറ്റ്ലി ഒരു 70 to 80% അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു അനദർ 80 കിലോമീറ്റർ 480 കിലോമീറ്റേഴ്സ് നമുക്ക് ഇതേ റേഞ്ചിൽ പോവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ മീറ്ററിലുള്ള പോലെ തന്നെ നമ്മൾ ആ മറ്റേ ആവറേജ് എനർജി അത് നമുക്ക് ഫസ്റ്റ് ഡ്രൈവിലൊന്നും നമുക്ക് ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയതല്ല. നമ്മളത് ഗ്രാജുവലി നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ കുറച്ചായി മാറ്റി അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. ഓക്കെ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ റീജനറേഷൻ മോഡ് നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ. അപ്പോൾ അത് പിന്നെ ക്രൂയിസ് കൺട്രോൾ അത്യാവശ്യം ഹൈവേസിലൊക്കെ ക്രൂയിസ് കൺട്രോൾസ് മാത്രം ഇട്ട് നമുക്ക് പഠിക്കാം. ക്രൂയിസ് കൺട്രോൾ ഇടുമ്പോൾ നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കണം. നമ്മൾ ആക്സലറേറ്റ് മറ്റുള്ള കേസുകളിൽ നമ്മൾ ആക്സലറേറ്റ് എന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആവും. പക്ഷെ ക്രൂയിസ് കൺട്രോൾ അങ്ങനെയല്ല. പിന്നെ പൊതുവേ ഞാനിപ്പോൾ നമ്മൾ ഈ കണ്ട ഡ്രൈവിംഗിൽ ഞാൻ കണ്ടതാണ്, ആരും
ഡിസിപ്ലിൻ ആരും ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ മര്യാദയ്ക്ക് പോവാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരുത്തൻ ലെഫ്റ്റ് നിന്ന് വരുന്നുണ്ട്, ഒരുത്തൻ റൈറ്റ്, രണ്ടുപേരും ഒരേപോലെ സിനിമാറ്റിക് സ്റ്റൈലിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ നോക്കാം, ശ്രദ്ധിച്ചിട്ട് ഓടിക്കാന്നേ പറയാൻ പറ്റും. ആർക്കെങ്കിലും കസ്റ്റമേഴ്സിന് മറ്റേ ഇതുപോലെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക. നമുക്ക് നല്ല വണ്ടിയാണ് നെക്സോൺ. ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ഇപ്പൊ ടിയാഗോ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു അപ്ഗ്രഡേഷന്റെ പ്ലാൻ ഉണ്ട് നെക്സോൺ EV. അതിന്റെ ഒരു ഇതും കൂടി ആയി. അതെ. അപ്പൊ ഇത് മാത്രമല്ല, നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. കർവ് EV എടുത്ത് നമുക്ക് കുറച്ചുകൂടി ലോങ് പോയാലോ? ബാംഗ്ലൂർ പോവാം. ശരി, അതിന്റെ വീഡിയോ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ അതൊക്കെയായിരുന്നു ഈ വാന്തന്റെ വീട്ടിലുള്ള വിശേഷങ്ങൾ, നമ്മുടെ നെക്സോൺ EV. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക, EVയുടെ ഒരു ഗുണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഒരൊറ്റ മിനിറ്റ് കൂടിയും ഔട്ട്രോ പറയുന്നതിന്റെ മുന്നേ ഈ റേഞ്ച് നിങ്ങൾക്ക് കാണാമല്ലേ, 452 കിലോമീറ്റർ. അടുത്ത ദിവസം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് അയച്ചതാണ് കേട്ടോ. ഇത്രയും റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ അടിപൊളിയായതുകൊണ്ട്. പിന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നമ്മൾ ഇങ്ങനത്തെ ഓരോ വെറൈറ്റി വീഡിയോസ് ഇനി വരും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും കാണുന്ന ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.